തകർന്നു വീഴാറായ വീട്ടിൽ തലചായ്ക്കാൻ ഇടമില്ലാതെ നിസ്സഹായതയോടെ ഒരു കുടുംബം. പേടിയില്ലാതെ അന്തി ഉറങ്ങാൻ ഇവർക്ക് ഉദാരമതികളുടെ സഹായം വേണം. വരന്തരപ്പള്ളി പഞ്ചായത്ത് 22-ാം വാർഡ് മാട്ടുമലയിൽ വെട്ടിയാടൻ വീട്ടിൽ തങ്കപ്പനും കുടുംബവുമാണ് ദുരിത ജീവിതം നേരിടുന്നത്. രോഗങ്ങൾ അലട്ടുന്ന തങ്കപ്പൻ ചേട്ടനും ഭാര്യ സീതയും, ഹൃദ്രോഗിയും അവിവാഹിതനുമായ മകനും അവിവാഹിതയായ മകളും അടങ്ങിയ 4-അംഗ കുടുംബം ഭീതിയോടെയാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. 70 വർഷത്തിലേറെ പഴക്കമുള്ള ഓടിട്ട വീട് ഏതു നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. ചിതലരിച്ച മേൽക്കൂരയും വിണ്ടുകീറിയ മൺചുവരുകളുമുള്ള ഈ വീടിനകത്ത് സമാധാനത്തോടെ ഒന്ന് കിടക്കാൻ ഒരു ഇടവുമില്ല. 17 സെന്റും വീടും ഉൾപ്പെട്ട സ്ഥലത്തിന്റെ ആധാരം കുറി കമ്പനിയിൽ പണയത്തിലാണ്. ജാമ്യവ്യവസ്ഥകൾ പാലിക്കാൻ കഴിയാതെ വന്നതോടെ ഇപ്പോൾ 5 ലക്ഷത്തിലധികം രൂപ നൽകിയാലേ ഇത് തിരിച്ചെടുക്കാനാകൂ. വയോധികയായ സീത സമീപത്തെ വീടുകളിൽ വീട്ടുജോലിയെടുത്താണ് കുടുംബം പോറ്റുന്നത്. ഹൃദ്രോഗിയായ മകന് പെട്രോൾ പമ്പിലെ ജോലിയിൽ നിന്നുള്ള വരുമാനം മരുന്നിന് പോലും തികയുന്നില്ല. നിത്യവൃത്തിക്കും മരുന്നിനും ബുദ്ധിമുട്ടുന്നതിനിടെ ആധാരം തിരിച്ചെടുക്കുന്ന കാര്യം ഇവർക്ക് അപ്രാപ്യമാണ്. വേനൽ മഴ എത്തിയതോടെ തകർന്നു വീഴാറായ വീട്ടിൽ ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് 4 ജീവിതങ്ങളെന്ന് സീത സങ്കടത്തോടെ പറയുന്നു. 44 കൊല്ലമായി ഞങ്ങളിവിടെ താമസിക്കുന്നത്. ഞങ്ങൾക്കൊരു വീടില്ല. വീട് കിടക്കാനൊരു ഇതില്ലാത്ത പോലെയാണ് ഞങ്ങളുടെ അവസ്ഥ. ആൾക്കാണെങ്കിൽ വയ്യ, ആൾക്ക് വയറ്റിലൊക്കെ മുഴയാണ്. മോനുണ്ട്, മോനും വയ്യ. അപ്പം ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു വീട് സാധിപ്പിച്ച് തരിക. ഞങ്ങളുടെ അവസ്ഥ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. മഴ കാര്യം വയ്ക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് പേടിയാവുക. ചോർന്നിട്ട് കിടക്കാൻ പറ്റില്ല. ഒരു ദിവസം എൻ്റെ മേലിൽ 3 അണലിപ്പാമ്പ് വീണു. എന്നെ പിടിച്ച് കടിച്ചില്ല. അപ്പോഴേക്കും അയൽക്കാർ ഓടി വന്ന് എൻ്റെ മേല് പാമ്പ് വീണിട്ട് എന്നെ പിടിച്ച് കടിച്ചില്ല. ഞാൻ നല്ല കമ്പിളിയോടൊക്കെ പൊതിച്ച് കിടക്കാറുണ്ട്. കർക്കിടക മാസത്തിലാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾക്കൊരു വീട് സംഘടിപ്പിച്ച് തരികയാണെങ്കിൽ നല്ലൊരു കാര്യമായി. ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായിട്ടാണ്. ഞങ്ങളുടെ മേല് വീട് വീണാൽ ഞങ്ങൾ 3 ആളും ചത്തുപോകും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞങ്ങളുടെ ജീവിതം. ലൈഫ് പദ്ധതിയിൽ ഇവർക്ക് വീടിനായി 4 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ സ്ഥലത്തിന്റെ മേലുള്ള ബാധ്യതകളാണ് ഇവർക്ക് തിരിച്ചടിയാകുന്നത്. നിലവിലെ സ്ഥലം വിൽപ്പന നടത്തി ബാധ്യത തീർത്ത് ബാക്കി തുകയ്ക്ക് 3 സെന്റ് സ്ഥലമെങ്കിലും വാങ്ങിയാൽ ലൈഫിൽ ഇവർക്ക് അടച്ചുറപ്പുള്ള വീട് നിർമ്മിക്കാനാകും. എന്നാൽ ഒരാൾക്ക് നടന്നു പോകാൻ മാത്രം വഴിയുള്ള ഇവരുടെ സ്ഥലം വാങ്ങിക്കാനും ആളില്ലാത്ത സ്ഥിതിയാണ്. സുമനസ്സുകൾ കനിഞ്ഞ് ഈ കുടുംബത്തിനായി സ്ഥലം നൽകാൻ തയ്യാറായാൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകാനാകുമെന്ന് വാർഡംഗം ഷീബ സന്ദീപ് പറഞ്ഞു. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഫാമിലിയാണ്. ചേട്ടന് വയ്യാത്തതാണ്, തങ്കപ്പേട്ടന് വയ്യാത്തതാണ്, മകനും അസുഖങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. പിന്നെ പ്രായമായ ചേച്ചിയും, ആ ചേച്ചി പണിക്ക് പോയിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സഹായം വളരെ ഉപകാരമായിരിക്കും. നിങ്ങൾ NCTV-കാർ ഈ തങ്കപ്പേട്ടന് ഇങ്ങനെ ഒരു സഹായം ചെയ്തു കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും. അവർക്ക് ബാധ്യതകളുടെ ഒരു ഇത് കാരണം കൊണ്ടാണ് അവർക്ക് ലൈഫിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നൊക്കെ പാസ്സാകുന്ന വീടുകൾ കിട്ടുന്നതിന് ബുദ്ധിമുട്ട് നേരിടുന്നത്. അപ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്ത് കിട്ടിയാൽ അത് വളരെ ഉപകാരമായിരിക്കും. നിസ്സഹായരും നിർധനരുമായ തങ്ങളെ സഹായിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയിലാണ് തങ്കപ്പൻ ചേട്ടനും കുടുംബവും. വരന്തരപ്പള്ളി പഞ്ചായത്ത് വാർഡ് 22 മാട്ടുമലയിൽ തകർന്നു വീഴാറായ ഒരു വീട്ടിൽ ഭീതിയോടെ കഴിയുകയാണ് 4-അംഗ കുടുംബം. നിരാലംബരും രോഗികളുമായ 4 പേരാണ് ഈ വീട്ടിൽ വലിയ ഭീതിയോടെ കഴിയുന്നത്. ഇപ്പോൾ ഈ വേനൽ മഴ കൂടി പെയ്യുന്ന സാഹചര്യത്തിൽ ഓരോ രാത്രിയും ഭീതിയോടെയാണ് ഇവർ തള്ളി നീക്കുന്നത്. പഞ്ചായത്തിന്റെ വീടിന് അർഹതപ്പെട്ടവരുടെ പട്ടികയിൽ ഇവർ ഇടം പിടിച്ചിട്ടുണ്ട്. ഏതായാലും അധികൃതരുടെ ഒരു സഹായം ഇവരുടെ ഈ വിഷയത്തിൽ അടിയന്തരമായി ഉണ്ടാകണമെന്നാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത്. വർഷക്കാലത്തിന് മുൻപ് തന്നെ അന്തി ഉറങ്ങാൻ അടച്ചുറപ്പുള്ള ഒരു വീട്, അതാണ് തങ്കപ്പച്ചേട്ടൻ്റെയും കുടുംബത്തിൻ്റെയും ആഗ്രഹം. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.